കുറച്ച് ചില്ലി സോസും പിന്നെ ഒരു പഞ്ചിന് വേണ്ടി കുറച്ച് ബാർബിക്യൂ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്രെഡിൽ കുറച്ച് സോസ് അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് സോസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഫില്ലിംഗ് വെച്ചത്. ഒരു അടിപൊളി കംപ്ലീറ്റ് മീലാണ്. നിങ്ങൾക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയൊരു മീലാണ്. ഹായ് ഫ്രണ്ട്സ്, കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ മുമ്പ് ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്, ക്ലബ് സാൻഡ്വിച്ച്. അപ്പോൾ ഒരു ക്ലാസിക് ക്ലബ് സാൻഡ്വിച്ച് റെസിപ്പി അല്ല നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്, നമ്മൾ തന്നെ രീതിയിലുള്ളൊരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ വെച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ക്ലബ് സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. ഒരു ക്ലാസിക് ക്ലബ് സാൻഡ്വിച്ച് അല്ല, എൻ്റെ ഒരു വെറൈറ്റി ക്ലബ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഒരു നല്ല ലഞ്ച് മീലായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബ്രെഡ്സ് യൂസ് ചെയ്യാം, നമ്മുടെ ബ്രൗൺ ബ്രെഡ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് തവയിലാണൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡൊന്ന് സോഗിയായി പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം അസംബിൾ ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്പ്രെഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ നമ്മുടെ മയണൈസാണ്. അപ്പോൾ മയണൈസാണ് നമ്മൾ സോസിൻ്റെ ബേസായിട്ട് എടുക്കുന്നത്. അതിലേക്ക് നമ്മളൊരു 2-3 സോസ് കൂടെ ആഡ് ചെയ്തിട്ട് ഒരു അടിപൊളി സ്പ്രെഡ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ മയണൈസിലോട്ട് നമ്മൾ ആവശ്യമുള്ള കെച്ചപ്പും അതുപോലെ കുറച്ച് ചില്ലി സോസും പിന്നെ ഒരു പഞ്ചിന് വേണ്ടി കുറച്ച് ബാർബിക്യൂ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആഡ് ചെയ്താണ് നമ്മുടെ ഈ സോസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പിസ്സ സീസണിങ്ങോ പാസ്ത സീസണിങ്ങോ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കണം. നമ്മൾ ഒരു ലെയർ ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സോസിൽ നിന്ന് പകുതി സോസ് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ സോൾട്ടും പെപ്പറിട്ട് കുക്ക് ചെയ്യുന്ന ചിക്കനാണ് നമ്മുടെ സാൻഡ്വിച്ചിന്. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മസാല ഉള്ള ചിക്കനായിരുന്നു. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെപ്പോഴും സോൾട്ടും പെപ്പറും ഇട്ട് കുറച്ച് സീസണിങ് ഒക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷ്രെഡഡ് ലെറ്റ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ലെയറിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫില്ലിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കാരമലൈസ്ഡ് ഓണിയൻസ് ഉണ്ടാക്കണം. ജസ്റ്റ് ഒരു സ്വീറ്റ്നെസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർഗേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചീസ് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു സ്പൂൺ കാരമലൈസ്ഡ് ഓണിയൻസ് വയ്ക്കും, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറിൽ ഓണിയൻസ് ഒന്ന് സോത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സോൾട്ടും അതുപോലെ ആവശ്യത്തിന് ഷുഗറും ഇട്ട് നല്ല രീതിയിലൊരു കളർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓണിയൻസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും നമ്മൾ ഫില്ലിങ്ങിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളുടെ എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സാൻഡ്വിച്ച് ഒന്ന് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ടോസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മുടെ സോസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പീസ് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക. അപ്പോൾ സോസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടിപ്പോയാൽ നമ്മൾ ബ്രെഡ് സോഗി ആയിപ്പോവും. അതുപോലെ തന്നെ കുറഞ്ഞു പോയാൽ നമ്മളെ സാൻഡ്വിച്ച് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അതിലേക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് വെജിറ്റബിൾസാണോ യൂസ് ചെയ്യുന്നത് അത് ചെയ്യുക. ഞാൻ താഴത്തെ ലെയർ എപ്പോഴും വെജീസാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ താഴത്തെ ലെയറിൽ ഞാൻ ടൊമാറ്റോ സ്ലൈസും അതുപോലെ തന്നെ കുക്കുംബർ സ്ലൈസുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് രണ്ടും വച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, എപ്പോഴും സീസൺ ചെയ്യാൻ മറക്കരുത്. സോൾട്ടും പെപ്പറിട്ട് എന്തായാലും സീസൺ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസിൽ വലിയ ഫ്ലേവർ കാണത്തില്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ സീസണിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ച് നമുക്കിത് കവർ ചെയ്യാം. അപ്പോൾ കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ബ്രെഡിൻ്റെ ടോപ്പിലൂടെ ഒന്ന് സോസ് ആക്കിയിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ വെറ്റും മേളിൽ ഡ്രൈയും ആയിപ്പോവും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബാലൻസ് ഉണ്ടാകത്തില്ല നമ്മുടെ ഫുഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ കൊടുക്കുന്നതാണ് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്രെഡിൽ കുറച്ച് സോസ് അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് സോസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഫില്ലിംഗ് വെച്ചത്. ചിക്കൻ ഫില്ലിങ്ങിന് ഓൾറെഡി സോസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് ആ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഒന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ കാരമലൈസ്ഡ് അണിയൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലൈസ് ബ്രെഡ് കൂടി വെച്ച് കവർ ചെയ്തിട്ട് അണിയൻസ് ആഡ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്ര ഹെവി ആക്കാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് കുറച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ 3 സ്ലൈസ് ബ്രെഡ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാരമലൈസ്ഡ് ഓണിയൻസ് കൂടെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ലെയറിൽ
ബ്രെഡിൽ കുറച്ച് സോസ് കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്ലൈസ് ബ്രെഡ് വയ്ക്കുന്നതിന് മുമ്പ് ഒരു സ്ലൈസ് ചീസ് കൂടെ വയ്ക്കാം. ഒരു അടിപൊളി കംപ്ലീറ്റ് മീലാണ്. നിങ്ങൾക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയൊരു മീലാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ ഒന്നിനോടൊപ്പം സ്മി ആകാൻ സൈനിങ്.